കൂട്ടുകാരെ, ഇന്ന് നമുക്ക് നമ്മുടെ കൗണ്ടർ പാർട്ട് തരുന്ന ട്രിഗേഴ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് മനസ്സിലാക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എപ്പോഴാണ് ട്രിഗർ ആവുന്നത്? നമ്മൾ പലപ്പോഴും നമ്മളുടെ DMൻ്റെ പിക്ക് കാണുമ്പോഴായിരിക്കും, അവർ റിപ്ലൈ തരാത്തപ്പോൾ, അവർ ബ്ലോക്ക് ചെയ്തിട്ട് പോകുമ്പം, അവർ ഗോസ്റ്റ് ചെയ്യുമ്പം, അവരുടെ ഒരു കാർമിക്കിൻ്റെ കൂടെയുള്ള ഒരു ഹാപ്പി മൊമെൻറ്റിൻ്റെ ഒരു പിക്ക് കാണുമ്പം, ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ യൂഷ്വലായിട്ട് DF ട്രിഗർ ആവാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കൗണ്ടർ പാർട്ടിൽ നമ്മളൊരു പ്രതീക്ഷ വെക്കുമ്പോൾ ആ പ്രതീക്ഷയെ അവർ ഫുൾഫിൽ ചെയ്യാത്തപ്പോഴാണ് നമ്മൾ ട്രിഗർ ആവുന്നത്. ഈ ജേർണി നമ്മളെ പഠിപ്പിക്കുന്നത് എല്ലാവർക്കും അൺകണ്ടീഷണൽ ലവ് സെൻഡ് ചെയ്യാനും ആരുടെ മുകളിലും പ്രതീക്ഷ വെക്കുകയും ചെയ്യരുത്. ഒരു തരത്തിലുള്ള ഒരു എക്സ്പെക്റ്റേഷൻസ് നമ്മളുടെ DMൻ്റെ മുകളിലാണെങ്കിൽ പോലും നമ്മൾക്ക് കാണരുത് എന്നുമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ അൺഹീൽഡ് ആയിട്ടുള്ള പാർട്ടാണ് അവർ ട്രിഗർ ചെയ്യുമ്പോൾ നമ്മളുടെ സർഫേസിൽ വരുന്നത്. ഉദാഹരണത്തിന് അവരെ നമ്മളുടെ മിറർ സോൾ എന്നാണ് പറയാറുള്ളത്. അതായത് മിററിങ് സംഭവിക്കാറുണ്ട് ട്വിൻ ഫ്ലെയിംസിൽ. ഇവിടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ട്വിൻ ഫ്ലെയിംസ് മിറർ ചെയ്യാറുണ്ട്. ഈ മിററിങ്ങിലൂടെ വരുന്ന ട്രിഗേഴ്സിലൂടെ നമ്മളുടെ ഉള്ളിലെ ഫിയർ, ഇൻസെക്യൂരിറ്റി, എക്സ്പെക്റ്റേഷൻസ് ഒക്കെയും അവർ ട്രിഗർ ചെയ്ത് കാണിക്കാറുണ്ട്. ട്വിൻ ഫ്ലെയിംസിൻ്റേത് ഒരു ഇൻറ്റൻസ് സോൾ കണക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ റിയാക്ഷൻ ആയിരിക്കും DFനുണ്ടാവുന്നത് ഒരു ട്രിഗർ കിട്ടിക്കഴിയുമ്പോൾ. അതായത് ട്വിൻ ഫ്ലെയിംസുമായിട്ട് നമ്മൾക്ക് ഫിസിക്കലി, സ്പിരിച്വലി, ഇമോഷണലി ഒക്കെ ആയിട്ടൊരു ഡീപ്പ് കണക്ഷൻ കാണും. അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു ഇമോഷണൽ റിയാക്ഷനും വളരെ ഇൻറ്റൻസ് ആയിരിക്കും, വളരെ ഡീപ്പായിരിക്കും. ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് മനസ്സിലാക്കാം. നമ്മളുടെ ട്വിൻ ഫ്ലെയിംസിൽ നിന്നും ഒരു ട്രിഗർ കിട്ടിയാൽ ഒരു ബ്ലെയിമിങ് എനർജിയിലേക്ക് ഒരിക്കലും പോകരുത്. അതിനെ ഒരു ട്രിഗറായിട്ട് തന്നെ ആക്സെപ്റ്റ് ചെയ്യുക. ഈ ട്രിഗേഴ്സ് ശരിക്കും നമ്മൾക്ക് ഹീലാവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതിനായിട്ട് യൂണിവേഴ്സിനോടും നമ്മുടെ ട്വിന്നിനോടും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. അതായത് ഇങ്ങനെ ഒരു ട്രിഗർ കിട്ടുമ്പോൾ ജസ്റ്റ് പീസ്ഫുള്ളായിട്ട് ഒരു 5 മിനിറ്റ് ഇരിക്കാൻ ട്രൈ ചെയ്യുക. 2-3 പ്രാവശ്യം ഡീപ്പായിട്ട് ബ്രീത്ത് ഇന്നും ബ്രീത്ത് ഔട്ടും ചെയ്യുക. പെട്ടെന്ന് ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ഒരു ആങ്സൈറ്റി ഇഷ്യൂസ്, ആ ഒരു സമയത്ത് വന്ന ആങ്സൈറ്റി ഇഷ്യൂസിനെ നമുക്ക് റിലീസ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് എവിടെയാണ് നമ്മൾക്ക് ട്രിഗർ കിട്ടിയത്, അതായത് ഏത് ഇമോഷണൽ പാറ്റേണിലാണ് നമ്മൾക്ക് ഈ ട്രിഗർ കിട്ടിയത് എന്ന് മനസ്സിലാക്കുക. കാരണം നമ്മൾ ആ കിട്ടിയ ട്രിഗറിന് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു ഇമോഷണൽ റിയാക്ഷനിൽ നിന്നും ഇത് നമ്മളെ സേവ് ചെയ്യുകയും നമ്മൾ എവിടെയാണ് ഹീൽ ആവേണ്ടതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഈ കാര്യം ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അടുത്തതായിട്ട് ജേർണലിംഗ് ചെയ്യുക. എന്നും ജേർണലിംഗ് ചെയ്യുന്നതിലൂടെ നമ്മളുടെ ഫീലിങ്സും ഇമോഷൻസും അതേപടി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണ്. അതിലൂടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. നമ്മളുടെ ഉള്ളിലുള്ള ലോൺലിനെസ്, ഡിപ്രഷൻ ഇവയൊക്കെയും ഹീൽ ചെയ്യാനായിട്ട് ജേർണലിംഗ് നമുക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഈ ജേർണലിംഗ് ചെയ്യുന്നതിലൂടെയും നമ്മളുടെ അൺഹീൽഡ് പാർട്ട് എവിടെയൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അടുത്തതായിട്ട് ഫോക്കസ് ഓൺ സെൽഫ് ലവ്. എല്ലായ്പ്പോഴും സെൽഫ് ലവിൽ ഇരിക്കാൻ ശ്രമിക്കുക, ഫോക്കസ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ജേർണിയുടെ ഏറ്റവും വലിയ കീ ആസ്പെക്ട്സിലൊന്ന് പേഷ്യൻസി ആണെന്ന് മനസ്സിലാക്കുക, ക്ഷമയാണെന്ന് മനസ്സിലാക്കുക. എത്രയധികം ട്രിഗർ കിട്ടിയാലും ക്ഷമയോടെ ആ ഒരു അൺഹീൽഡ് പാർട്ടിനെ ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലായ്പ്പോഴും സെൽഫ് ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക എന്ന് വെച്ചാൽ നമ്മളുടെ പാഷൻ എന്താണ്, നമ്മളുടെ ഹോബീസ് എന്താണ്, നമ്മളുടെ ഇൻട്രസ്റ്റ് എന്താണ്,
നമ്മളുടെ സ്പിരിച്വൽ ഗ്രോത്തിന് നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് കൊടുക്കുക. അതായത് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിനെ ഡീകോഡ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കി അതിലേക്ക് നമ്മളുടെ ഫോക്കസിനെ കൊടുക്കുക. അടുത്ത കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത് ഡിവൈൻ ടൈമിങ്ങിനെ കുറിച്ചാണ്. പലപ്പോഴും ഈ ജേർണിയിൽ ഫെമിനൈൻ എനർജി ഇന്നർ വർക്ക് ചെയ്ത് കുറച്ചധികം മുമ്പോട്ട് പോകുമ്പം ഫ്രസ്ട്രേറ്റ് ആവാറുണ്ട്. എന്നാൽ ഇവിടെ പിന്നെയും ക്ഷമയുടെ അഭാവമാണ് കാണിക്കുന്നത്. അപ്പോൾ ഡിവൈൻ ടൈമിങ്ങിലും ഡിവൈനിലും ഉറച്ചു വിശ്വസിക്കുക. നമ്മളുടെ ഒരു ഹയസ്റ്റ് ഗുഡിനായിട്ടാണെന്നും ഈ പാറ്റേൺ ഒക്കെ നമ്മളുടെ മുമ്പിലേക്ക് വരുന്നതെന്ന് മനസ്സിലാക്കുക. നമ്മളുമായിട്ട് അലൈനായി, അതായത് നമ്മളുമായിട്ട് യൂണിയൻ ആവാനായിട്ടാണ് ഈ ട്രിഗേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അതിനായിട്ട് എല്ലായ്പ്പോഴും നമ്മുടെ ട്വിന്നിനോടും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം ആൻഡ് സബ്സ്ക്രൈബും ചെയ്യാവുന്നതാണ്. ട്വിൻ ഫ്ലെയിം ജേർണി റിലേറ്റഡ് ഡൗട്ട്സ് ഉള്ളവർ വാട്സപ്പ് നമ്പറിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഡൗട്ട്സ് വോയിസ് മെസ്സേജായിട്ട് അയക്കാവുന്നതാണ്. ഇതല്ലാതെ ട്വിൻ ഫ്ലെയിം ജേർണി കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിനായിട്ട്, റേക്കി ഹീലിംഗ് സെഷൻസിനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.